ത്തിന് വേണ്ടി പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അവരുടെ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ അവരുടെ പ്രവർത്തനമാണ് ഈ വിജയത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടണം, സിപിഎമ്മിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണം, മാടമ്പിമാരുടെ സംസ്കാരത്തിൽ നിന്നും സിപിഎം നേതൃത്വത്തെ മോചിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ മുൻപന്തിയിൽ നിന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കറിയാം പയ്യന്നൂരിലെയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെയും വിജയം അത് സിപിഎം നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട വിജയമാണ്. കണ്ണൂർ എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. സിപിഎമ്മിന്റെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. എന്നവരെ ഉന്മൂലനം ചെയ്യുക, പാർട്ടിക്കകത്തായാലും പുറത്തായാലും കൊന്നുകളയുക എന്നൊക്കെയുള്ള സമീപനം, അതിനൊക്കെ മറികടന്ന് സിപിഎമ്മിന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ പാർട്ടിക്ക് എതിരെ റബലായിട്ട് മത്സരിക്കുന്നതും നമ്മൾ കണ്ടു. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് വിജയത്തിന്റെ കാരണം കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ബുദ്ധിമുട്ടും അത് അത്രമാത്രം വലുതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം കാണുമ്പോൾ തന്നെ ബോധ്യമാകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സിപിഎം പാർട്ടി പഴയകാലത്ത് മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് ജനങ്ങളെ വിശ്വസിച്ചെങ്കിൽ ആ പാർട്ടിക്കകത്തെ അണികൾ ആ നിലയിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിൽ പിണറായിയുടെ ഭരണം ഏത് രൂപത്തിലാണ് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയത് എന്ന് ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് ഇത് കേരളത്തിലെ ജനങ്ങൾ അവരേറ്റെടുത്ത ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ്. കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് വോട്ടിന്റെ കണക്കല്ല, നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ കോടികളുടെ കണക്കൊക്കെ. കണ്ണൂരിൽ ഒന്നും നടന്നിട്ടില്ല എന്നറിയാം. പലതും ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. 10 വർഷം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. 10 വർഷം നടത്തിയ പ്രവർത്തനത്തിൽ കണ്ണൂരിന്റെ നിലവിലുള്ള MLA അദ്ദേഹം മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ബോർഡിനകത്ത് 1647 കോടിയാണ്. അതെന്താണ് നമുക്ക് വിശദാംശം അറിയില്ല. എന്നാൽ അഴീക്കോട് പറയുന്നത് 5 വർഷം കൊണ്ട് 5000-ലധികം കോടി എന്നാണ്. അത് ധർമ്മടത്തെത്തുമ്പോൾ 10-20,000 കോടിയൊക്കെ ആവുന്നു. അപ്പൊ ഈ കോടികളുടെ കണക്കല്ലാതെ ഇതിന്റെ ഗുണഫലമൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇതിനെല്ലാം ജനങ്ങൾ എണ്ണി കണക്ക് അങ്ങോട്ട് ചോദിച്ചു. ആ കണക്ക് ചോദിക്കുമ്പോൾ അവർ രേഖപ്പെടുത്തിയ വോട്ട് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻകൂട്ടി പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ ജനങ്ങൾ അനുസരിച്ചു. ആ നിലയിലാണ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞതാണ്, ഏത് സാഹചര്യത്തിലും 18,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അത് 25,000 വോട്ട് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഏകദേശം 19,000-ലധികം 20,000-തോളം അടുത്തുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കണ്ണൂരിൽ വിജയമുണ്ടായിട്ടുള്ളത്. ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അവരുടെ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ അവരുടെ പ്രവർത്തനമാണ് ഈ വിജയത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടണം, സിപിഎമ്മിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണം, മാടമ്പിമാരുടെ സംസ്കാരത്തിൽ നിന്നും സിപിഎം നേതൃത്വത്തെ മോചിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ മുൻപന്തിയിൽ നിന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കറിയാം പയ്യന്നൂരിലെയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെയും വിജയം അത് സിപിഎം നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട വിജയമാണ്. കണ്ണൂർ എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. സിപിഎമ്മിന്റെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. പാർട്ടിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക, പാർട്ടിക്കകത്തായാലും പുറത്തായാലും കൊന്നുകളയുക എന്നൊക്കെയുള്ള സമീപനം, അതിനൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ മറികടന്ന് സിപിഎമ്മിന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ പാർട്ടിക്ക് എതിരെ റബലായിട്ട് മത്സരിക്കുന്നതും നമ്മൾ കണ്ടു. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്.
ഇപ്പൊ 2 സീറ്റിനകത്ത് അല്ല അവിടെയൊക്കെ വോട്ട് കുറഞ്ഞു. പക്ഷേ മറുവശത്ത് പാർട്ടിയുടെ എല്ലാ വിലക്കും ലംഘിച്ച് അതിന്റെ ഭീഷണികളെ അവഗണിച്ച് സിപിഎമ്മിന്റെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ റബലായിട്ട് മത്സരിച്ചു. തൊട്ടപ്പുറം പയ്യന്നൂരിൽ അവരൊക്കെ ഉയർത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഒന്ന്, പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യയെ അദ്ദേഹത്തിന് ശേഷം അവരോധിക്കാൻ ശ്രമിച്ചത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് എന്നാണ് പറഞ്ഞത്. മറുവശത്ത് എല്ലാ പാർട്ടിക്കാരും ആ പാർട്ടിക്കകത്തെ രക്തസാക്ഷികളെ അവരെ എന്നും ആവേശത്തോടെ ഏറ്റുവിളിച്ച് പുതിയ തലമുറക്ക് പ്രചോദനം നൽകാറുണ്ട്. അവർ നൽകിയ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. ഇവിടെ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷികളെ മുന്നിൽ വെച്ച് കോടികൾ പിരിച്ച് പോക്കറ്റിലാക്കാൻ വേണ്ടി നടക്കുന്ന നേതൃത്വത്തിനെതിരെയാണ് പയ്യന്നൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത്, സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം. ആ 2 പേരെയും നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ വിജയിപ്പിക്കുന്നതാണ് പയ്യന്നൂരിലെ ജനത ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് മട്ടന്നൂർ. 60,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അവിടുത്തെ ഭൂരിപക്ഷം ഒന്ന് പരിശോധിച്ചാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന, ഒന്നിലധികം ചങ്കുണ്ടെന്ന് അവകാശപ്പെടുന്ന, കേരളത്തിലെ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുക മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ നട്ടലിന് കൊടുത്ത ഏറ്റവും വലിയ അടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നമ്മൾ കാണേണ്ടത്. എല്ലാ സ്ഥലത്തും, കൂത്തുപറമ്പിലായാലും എല്ലാ സ്ഥലത്തും അതിന്റെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിടാൻ പാകത്തിലുള്ള നിലയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒന്നുകിൽ പിരിച്ചുവിടുക, അതല്ലെങ്കിൽ സിപിഎം പാർട്ടി യോഗം ചേർന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിപിഎം സംസ്ഥാന നേതൃത്വം രാജിവെച്ച് പുതിയ തലമുറ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സന്ദേശത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ്. ഏതായാലും സംശുദ്ധമായ രാഷ്ട്രീയം ആഗ്രഹിക്കാത്ത ആളുകളില്ല. ആ സംശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമാണ് കഴിയുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ എത്രമാത്രം ഭീകരമാണ് എന്ന് ജനങ്ങൾ എത്രമാത്രം അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഈ തോൽവിയിൽ നിന്നും പാഠം പഠിക്കണം. രാഷ്ട്രീയ രംഗം സംശുദ്ധമായിരിക്കണം. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടാകണം. ആ പ്രതിബദ്ധതയില്ലാതെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ളതാണെന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകുന്നവർക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നാണ് സൂചിപ്പിക്കുന്നത്.